ഹായ്, ഏവർക്കും നമസ്കാരം. എല്ലാവരും സ്കൂളിലോട്ട് പോകാനായിട്ട് പുതിയ ബാഗും ചെരുപ്പും കൊടയും എല്ലാം വാങ്ങിയോ? പക്ഷേ എങ്ങനെയാ സ്കൂളിലോട്ട് പോവുക? ഈ നശിച്ച കീടാണു കാരണം പുറത്തോട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല. സ്കൂളും തുറന്നിട്ടില്ല അല്ലേ? പോട്ടെ, സാരമില്ല. നിങ്ങൾക്ക് സ്കൂളിലേതുപോലെ തന്നെ പാട്ടുപാടിയും കളിച്ചും രസിച്ചും ഞങ്ങളുണ്ട് കൂടെ. അതുപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകരും ഉണ്ടാവും. നിങ്ങളുടെ അധ്യാപകരും ഞങ്ങളും പറയുന്നത് പോലെ ചെയ്യാമോ? എങ്കിൽ നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളും ആകും. ഓക്കെ, ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമാണ് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ് ചെയ്യുക. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായി ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമാണ്. ഏതാ പാഠത്തിൻ്റെ പേര്? വീട് നല്ല വീട് എന്ന പാഠം. കൂട്ടുകാരെ, നിങ്ങൾക്കൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആരാണെന്നറിയോ? മീനു. ഇതാണ് മീനു. മീനുവിനെ എല്ലാവർക്കും ഇഷ്ടമായോ? മീനു എങ്ങോട്ടോ പോവാനായിട്ട് റെഡിയായി നിൽക്കുക. എവിടേക്കാണെന്നറിയോ? പറഞ്ഞു തരാട്ടോ. മീനുവിന് അമ്മ കണ്ണെഴുതി കൊടുത്തു, പൊട്ട് വെച്ചു കൊടുത്തു, പൗഡർ ഇട്ട് കൊടുത്തു, മുടി ജീവി കൊടുത്തു. നിങ്ങൾക്കും ഇതുപോലെ അമ്മ മേക്കപ്പ് ചെയ്തു തരാറുണ്ടോ? അതുപോലെ തന്നെ മീനു അങ്ങനെ റെഡിയായി. എന്നാലും അവൾക്കൊരു സംശയം, ഭംഗിയായോ എന്ന്. അവൾ ഓടിപ്പോയിട്ട് ഒരു കണ്ണാടി എടുത്ത് നോക്കി. ഹായ്, സുന്ദരിയായിരിക്കുന്നു. ഇന്ന് താരയെ ഞെട്ടിക്കണം. അവൾ ചിന്തിച്ചു. പുത്തനുടുപ്പ്, പുതിയ ചെരുപ്പ്, കൺമഷി എല്ലാം കണ്ട താര ശരിക്കും ഞെട്ടും. കൂട്ടുകാരെ, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ മീനു എങ്ങോട്ടാ പോകുന്നതെന്ന്? താരയുടെ വീട്ടിലേക്കാ. അവള് നടന്ന് താരയുടെ വീട്ടിലേക്ക് ചെന്നു. മീനു എങ്ങോട്ടാ മക്കളെ ചെന്നത്? താരയുടെ വീട്ടിലേക്ക്. നോക്കൂ, ചിത്രം നോക്കൂ. ഇതാണ് താരയുടെ വീട്. ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത് നോക്കിയേ. എല്ലാവരും ശ്രദ്ധയോടെ ഈ ചിത്രം നിരീക്ഷിച്ച് എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത്? ആളുകളെ മാത്രമാണോ ഇതിൽ കാണുന്നത്? ഏതൊക്കെ ചെടികളുണ്ട്, ഏതൊക്കെ ജീവികളുണ്ട്, എല്ലാം നോക്കൂ. ശ്രദ്ധയോടെ ഓരോ ഭാഗവും നോക്കി പറയൂ. വീടിൻ്റെ ഉള്ളിലും കൂടിൻ്റെ ഉള്ളിലും മരത്തിന് മുകളിലും എല്ലാവിടെയും നോക്കണേ. മരത്തിന് താഴെ നോക്കണം. ആരൊക്കെയാ കളിക്കണേ നോക്കണം. ഓരോരുത്തരും എന്തൊക്കെയാ ചെയ്യണേ നോക്കണം. എല്ലാം നോക്കണേ. എന്തൊക്കെ ശ്രദ്ധിക്കുക? ഏതൊക്കെ ജീവികളുണ്ട്, ഏതൊക്കെ ചെടികളുണ്ട്, ഓരോ ആളുകളും എന്തൊക്കെയാ ചെയ്യണത്, എല്ലാം നോക്കണം. ശരി, ഇനി വീഡിയോ പൗസ് ചെയ്ത ശേഷം ചിത്രത്തിലുള്ളതെല്ലാം ശ്രദ്ധയോടെ നോക്കി പറയുക. പറഞ്ഞ ശേഷം മാത്രം ബാക്കി വീഡിയോ കണ്ടാൽ മതി. സഹായത്തിനായിട്ട് അച്ഛനെയോ അമ്മയെയോ ഏട്ടനെയോ ചേച്ചിയോ കൂട്ടുമല്ലോ അല്ലേ? എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം മാത്രം ബാക്കി വീഡിയോ കാണുക. ശരി, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോ? ഇനി നമുക്ക് മാഷും മക്കളും കൂടി ചേർന്ന് ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയാലോ? എന്തൊക്കെയാണുള്ളത് നോക്കൂ. ആ തെങ്ങിന് താഴെ നോക്കൂ, താരയാണത് അല്ലേ? താര എന്താ ചെയ്യണത്? കോഴികൾക്കും കോഴിക്കുഞ്ഞിനും തീറ്റയിട്ട് കൊടുക്കണ താര അല്ലേ? എന്താ താര ചെയ്യണത്? കോഴിക്കും കോഴിക്കുഞ്ഞിനും തീറ്റയിട്ട് കൊടുക്കുകയാണ്. ഇനി ആരാണ്? താരയുടെ അച്ഛൻ എന്താ ചെയ്യണത്? താരയുടെ അച്ഛൻ കിണറ്റിൽ നിന്നും വെള്ളം കോരുകയാണ്. എന്താ താരയുടെ അച്ഛൻ ചെയ്യണത്? കിണറ്റിൽ നിന്നും വെള്ളം കോരുകയാണ്. താരയുടെ അമ്മ എന്താ ചെയ്യണത്? വിറക് കീറിക്കൊണ്ടിരിക്കുകയാണ്. താരയുടെ മുത്തശ്ശി എന്താ ചെയ്യണത്? കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അടുത്തൊരു കുട്ടിയുണ്ട്. കുട്ടി മാത്രമാണോ ഉള്ളത്? ഒരു പൂച്ചക്കുട്ടിയുണ്ട് അല്ലേ? ഇനി ആരൊക്കെയുള്ളത്? ആ 3 കുട്ടികൾ എന്താ ചെയ്യണത്? കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിട്ടിൽ നോക്കൂ, എന്താ കിടക്കുന്നത്? ഒരു നായ കിടക്കണ കണ്ടോ എല്ലാവരും? ഇനി നോക്കാം, കിണറ്റിനരികിൽ എന്താ ഉള്ളത്? ഒരു തൊഴുത്തുണ്ട് അല്ലേ? കാലിത്തൊഴുത്ത്. എത്ര പശുക്കളുണ്ട് അതിനകത്ത്? 2 പശുക്കളുണ്ട്. ആ തൊഴുത്തിൻ്റെ മുന്നിലായിട്ട് ഒരു പശുക്കുട്ടിയുണ്ട്. കണ്ടോ? 2 കുട്ടികൾ ആ പശുക്കുട്ടിയോട് കളിക്കുന്നുണ്ട് അല്ലേ? അതുമാത്രമാണ് അതിലുള്ള. ആ പശുത്തൊഴുത്തിൻ്റെ മുകളിൽ നോക്കൂ, 2 കാക്ക ഇരിക്കുന്നുണ്ട്. കണ്ടോ എല്ലാവരും? മക്കളെ, ഞാൻ വീടിൻ്റെ സൈഡിലായിട്ട് നോക്കൂ, ഒരു കുഞ്ഞ് ആട്ടിൻ തൊഴുത്തുണ്ട്. കണ്ടോ? 2 ആട്ടിൻകുട്ടികളുണ്ട് അതിനകത്ത്. എത്ര ആടുകളുണ്ട്? 2 ആടുണ്ട്. കണ്ടോ എല്ലാവരും? ഇനി ഏത് ജീവിയാണുള്ളത്?
ഒരു അണ്ണാനെ കണ്ടോ നിങ്ങളാരെങ്കിലും? നോക്കി ആ പ്ലാവിൽ ഒരു അണ്ണാൻ. ശ്രദ്ധിച്ചു നോക്ക്, എന്നാലേ കാണുള്ളൂ ഒരു പ്ലാവിൽ ആ അണ്ണാൻ ഇരിക്കുന്നത്. ആ പ്ലാവിൽ എന്തൊക്കെയുണ്ട്? ആ 3 ചക്കയുണ്ട് അല്ലേ? നല്ല മധുരമുള്ള ചക്കയായിരിക്കും. നിങ്ങളെല്ലാവരും ചക്ക കഴിച്ചിട്ടുണ്ടോ അല്ലേ? നല്ല മധുരമുള്ള ചക്കയായിരിക്കും. ചിലപ്പോൾ അണ്ണാൻ ആ ചക്ക കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. വേറെന്താ ഉള്ളത് ഈ ചിത്രത്തിൽ? ഒരു പക്ഷിക്കൂട് കണ്ടോ എല്ലാവരും? ആ ഒരു മരത്തിൻ്റെ മുകളിൽ പക്ഷിക്കൂട്, അതിനകത്ത് 3 മുട്ടയുണ്ട്. ഏതോ പക്ഷി ഭദ്രമായിട്ട് ആ മുട്ട ആ കൂട്ടിനകത്ത് വെച്ചിട്ട് പോയിരിക്കുക. കണ്ടോ എല്ലാവരും? പക്ഷിക്കൂടും മുട്ടയും കണ്ടോ? ഈ എന്താ ചിത്രത്തിലുള്ളത്? ഒരു തെങ്ങുണ്ട് അല്ലേ? തെങ്ങിൽ എന്താ ഉള്ളത്? തെങ്ങിൻ്റെ പട്ടയിൽ ഒരു തൂക്കണാങ്കുരുവി കൂട് വെച്ചിരിക്കുന്നു. ആ കൂട്ടിനകത്ത് കുരുവി ഉണ്ടോ എന്തോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ തൂക്കണാങ്കുരുവിയെ? തൂക്കണാങ്കുരുവി ഇങ്ങനെയുള്ള കൂട്ടിലാണ് താമസിക്കുക. കണ്ടോ? ഇനി എന്താണ് ചിത്രത്തിലുള്ളത്? വാഴയുണ്ട്, പപ്പായയുണ്ട്, പിന്നെയോ ചേമ്പുണ്ട് അല്ലേ? ഇനി നോക്കൂ, ആ റോട്ടിലൂടെ ആരാ പോകുന്നത്? ഒരു സൈക്കിളുകാരൻ പോകുന്നുണ്ട് അല്ലേ? സൈക്കിളുകാരൻ്റെ കൊട്ടയിൽ എന്താ ഉള്ളത്? നല്ല മീനുണ്ട്. അപ്പോൾ ആളെങ്ങോട്ട് പോകുമായിരിക്കും? മീൻ വിൽക്കാൻ പോകുന്ന മീൻകാരനാ അത്. കണ്ടോ നിങ്ങൾ? ഇത്രയുമാണ് ആ ചിത്രത്തിലുള്ളത് അല്ലേ? എന്തൊക്കെയാണുള്ളത് ഒന്നും കൂടി പറഞ്ഞു നോക്കൂ. ഇത്തവണ മക്കളും കൂടി ചേർന്ന് മാഷയുടെ ഒപ്പം പറയണേ. എന്തൊക്കെയാണുള്ളത് നോക്കൂ. ആ തെങ്ങിന് താഴെ നോക്കൂ, താരയാണത് അല്ലേ? താര എന്താ ചെയ്യണത്? കോഴികൾക്കും കോഴിക്കുഞ്ഞിനും തീറ്റയിട്ട് കൊടുക്കണ താര അല്ലേ? എന്താ താര ചെയ്യണത്? കോഴിക്കും കോഴിക്കുഞ്ഞിനും തീറ്റയിട്ട് കൊടുക്കുകയാണ്. ഇനി ആരാണ്? താരയുടെ അച്ഛൻ എന്താ ചെയ്യണത്? താരയുടെ അച്ഛൻ കിണറ്റിൽ നിന്നും വെള്ളം കോരുകയാണ്. എന്താ താരയുടെ അച്ഛൻ ചെയ്യണത്? കിണറ്റിൽ നിന്നും വെള്ളം കോരുകയാണ്. താരയുടെ അമ്മ എന്താ ചെയ്യണത്? വിറക് കീറിക്കൊണ്ടിരിക്കുകയാണ്. താരയുടെ മുത്തശ്ശി എന്താ ചെയ്യണത്? കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അടുത്തൊരു കുട്ടിയുണ്ട്. കുട്ടി മാത്രമാണോ ഉള്ളത്? ഒരു പൂച്ചക്കുട്ടിയുണ്ട് അല്ലേ? ഇനി ആരൊക്കെയുള്ളത്? ആ 3 കുട്ടികൾ എന്താ ചെയ്യണത്? കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിട്ടിൽ നോക്കൂ, എന്താ കിടക്കുന്നത്? ഒരു നായ കിടക്കണത് കണ്ടോ? കണ്ടോ എല്ലാവരും? ഇനി നോക്കാം, കിണറ്റിനരികിൽ എന്താ ഉള്ളത്? ഒരു തൊഴുത്തുണ്ട് അല്ലേ? കാലിത്തൊഴുത്ത്. എത്ര പശുക്കളുണ്ട് അതിനകത്ത്? 2 പശുക്കളുണ്ട്. ആ തൊഴുത്തിൻ്റെ മുന്നിലായിട്ട് ഒരു പശുക്കുട്ടിയുണ്ട്. കണ്ടോ? 2 കുട്ടികൾ ആ പശുക്കുട്ടിയോട് കളിക്കുന്നുണ്ട് അല്ലേ? അതുമാത്രമാണ് അതിലുള്ള. ആ പശുത്തൊഴുത്തിൻ്റെ മുകളിൽ നോക്കൂ, 2 കാക്ക ഇരിക്കുന്നുണ്ട്. കണ്ടോ എല്ലാവരും? മക്കളെ, ഞാൻ ഈ വീടിൻ്റെ സൈഡിലായിട്ട് നോക്കൂ, ഒരു കുഞ്ഞ് ആട്ടിൻ തൊഴുത്തുണ്ട്. കണ്ടോ? 2 ആട്ടിൻകുട്ടികളുണ്ട് അതിനകത്ത്. എത്ര ആടുകളുണ്ട്? 2 ആടുണ്ട്. കണ്ടോ എല്ലാവരും? ഇനി ഏത് ജീവിയാണുള്ളത്? ഒരു അണ്ണാനെ കണ്ടോ നിങ്ങളാരെങ്കിലും? നോക്കി ആ പ്ലാവിൽ ഒരു അണ്ണാൻ. ശ്രദ്ധിച്ചു നോക്കൂ, എന്നാലേ കാണുള്ളൂ ഒരു പ്ലാവിൽ ആ അണ്ണാൻ ഇരിക്കുന്നത്. ആ പ്ലാവിൽ എന്തൊക്കെയുണ്ട്? ആ 3 ചക്കയുണ്ട് അല്ലേ? നല്ല മധുരമുള്ള ചക്കയായിരിക്കും. നിങ്ങളെല്ലാവരും ചക്ക കഴിച്ചിട്ടുണ്ടോ അല്ലേ? നല്ല മധുരമുള്ള ചക്കയായിരിക്കും. ചിലപ്പോൾ അണ്ണാൻ ആ ചക്ക കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. വേറെന്താ ഉള്ളത് ഈ ചിത്രത്തിൽ? ഒരു പക്ഷിക്കൂട് കണ്ടോ എല്ലാവരും? ആ ഒരു മരത്തിൻ്റെ മുകളിൽ പക്ഷിക്കൂട്, അതിനകത്ത് 3 മുട്ടയുണ്ട്. ഏതോ പക്ഷി ഭദ്രമായിട്ട് ആ മുട്ട ആ കൂട്ടിനകത്ത് വെച്ചിട്ട് പോയിരിക്കുക. കണ്ടോ എല്ലാവരും? പക്ഷിക്കൂടും മുട്ടയും കണ്ടോ? ഈ എന്താ ചിത്രത്തിലുള്ളത്? ഒരു തെങ്ങുണ്ട് അല്ലേ? തെങ്ങിൽ എന്താ ഉള്ളത്? തെങ്ങിൻ്റെ പട്ടയിൽ ഒരു തൂക്കണാങ്കുരുവി കൂട് വെച്ചിരിക്കുന്നു. ആ കൂട്ടിനകത്ത് കുരുവി ഉണ്ടോ എന്തോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ തൂക്കണാങ്കുരുവിയെ? തൂക്കണാങ്കുരുവി ഇങ്ങനെയുള്ള കൂട്ടിലാണ് താമസിക്കുക. കണ്ടോ? ഇനി എന്താണ് ചിത്രത്തിലുള്ളത്? വാഴയുണ്ട്, പപ്പായയുണ്ട്, പിന്നെയോ ചേമ്പുണ്ട് അല്ലേ? ഇനി നോക്കൂ, ആ റോട്ടിലൂടെ ആരാ പോകുന്നത്? ഒരു സൈക്കിളുകാരൻ പോകുന്നുണ്ട് അല്ലേ? സൈക്കിളുകാരൻ്റെ കൊട്ടയിൽ എന്താ ഉള്ളത്? നല്ല മീനുണ്ട്. അപ്പോൾ ആളെങ്ങോട്ട് പോകുമായിരിക്കും? മീൻ വിൽക്കാൻ പോകുന്ന മീൻകാരനാ അത്. കണ്ടോ നിങ്ങൾ? ഇത്രയുമാണ് ആ ചിത്രത്തിലുള്ളത് അല്ലേ? മക്കളെല്ലാവരും താരയുടെ വീട്ടിലുള്ള ആരൊക്കെയാണെന്ന് പരിചയപ്പെട്ടില്ലേ? ഇനി ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് മാഷിന് പറഞ്ഞു തരുമോ? ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ വീട്ടിലുള്ള ആരൊക്കെയാണെന്ന് വെച്ചാൽ അമ്മ, അച്ഛൻ, ഏട്ടൻ, ചേച്ചിയുള്ളവർ ചേച്ചി, അനിയനാണെങ്കിൽ അനിയൻ, മുത്തശ്ശനുണ്ടെങ്കിൽ മുത്തശ്ശൻ, അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് അവരെയൊക്കെ പരിചയപ്പെടുത്തണം. എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്ത ശേഷം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് അവയെല്ലാം വോയിസ് റെക്കോർഡിങ്ങിന് പറഞ്ഞു കൊടുക്കുക. ശേഷം അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അത് വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് വീട്ടിലെ മുതിർന്ന ആൾക്കാരുടെ സഹായം നിങ്ങൾക്ക് തേടാം. ഓക്കെ, ഇനി നമുക്കൊരു ചിത്രം വരച്ചാലോ? എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ ഇഷ്ടമല്ലേ? ശരി, എല്ലാവരും വേഗം ചെന്ന് ഒരു പെൻസിലും റബ്ബറും സ്കെയിലും ഒരു പേപ്പർ എടുത്തിട്ട് വരും. എന്തൊക്കെ കൊണ്ടുവരിക?
പെൻസില്, റബ്ബറ്, സ്കെയില്, ഒരു പേപ്പർ. വേഗം ഓടിച്ചെന്നെടുത്തിട്ട് വരൂ. വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വേണമെങ്കിൽ പോയി എടുത്തിട്ട് വരാം കേട്ടോ. നമ്മൾ എന്ത് ചിത്രം വരയ്ക്കാൻ പോകണമെന്നറിയോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിത്രം ഏതാ? ശരി പോട്ടെ, നമുക്ക് വീട് വരയ്ക്കാം. എന്താ വരയ്ക്കാൻ പോകുന്നത്? വീടാണ്. നോക്കിയേ, മനോഹരമായ ഒരു വീട്. നിങ്ങൾക്കിത് വരയ്ക്കാൻ കിട്ടുമോ? വരയ്ക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ സങ്കടപ്പെടണ്ട, മാഷ് കൂടെ സഹായിക്കാം. നമുക്ക് ഒരുമിച്ച് ഈ വീട് വരയ്ക്കാം കേട്ടോ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരയ്ക്കാം. 8 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് വീടുണ്ടാക്കാം. നോക്കിയേ, ആദ്യത്തെ 2 സ്റ്റെപ്പ് നോക്കിയേ. ആദ്യം ഒരു പെട്ടി വരയ്ക്കുക, അതിൻ്റെ മുകളിൽ ഒരു മേൽക്കൂര വരയ്ക്കുക. അതിൽ 2 സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ? എല്ലാവരും വരച്ചു അതുപോലെ. ഇനി നോക്കൂ, അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ വാതിൽ വരയ്ക്കുക. നോക്കൂ, വാതിൽ എങ്ങനെയാണ് വരയ്ക്കണമെന്നുള്ളിൽ? എളുപ്പമാണ് വാതിൽ വരയ്ക്കാൻ അല്ലേ? ഒരു പെട്ടി ഉള്ളിലേക്ക് വെച്ചാൽ എന്തായി? വാതിലായി. ഓക്കെ, വേഗം വരയ്ക്കുക എല്ലാവരും ഒരുമിച്ച് വരയ്ക്കണേ. ഇനി എന്താ വരയ്ക്കേണ്ടത്? ജനലുകൾ വരയ്ക്കണം അല്ലേ? നോക്ക്, എത്ര ജനലുണ്ട് നമ്മുടെ വീടിന്? 4 ജനലുണ്ട്. 4 ജനലും വേഗം വരയ്ക്കുക. 4 ജനലും വരയ്ക്കുക. അതുപോലെ തന്നെ ജനൽ കമ്പികൾ വരയ്ക്കണം. ഓക്കെ, എല്ലാവരും സ്കെയിൽ വെച്ച് വളയാതെ വരയ്ക്കണം. അച്ഛൻ്റെയോ അമ്മയുടെയോ സഹായം വേണമെങ്കിൽ തേടാം കേട്ടോ. സ്കെയിൽ പിടിക്കാനോ എന്തിനൊക്കെ വേണമെങ്കിൽ അവരുടെ സഹായം കൂടി തേടി വേഗം വൃത്തിയായിട്ട് നല്ല ചന്തത്തിൽ വരയ്ക്കണം എല്ലാവരും. നോക്കൂ, ഇനി എന്താണുള്ളത്? ഇനി പുകക്കുഴൽ വരയ്ക്കണം അല്ലേ? വീടിൻ്റെ മേൽക്കൂരയുടെ സൈഡിലായിട്ട് ഒരു പുകക്കുഴൽ വരയ്ക്കൂ. അതിനുശേഷം അതിന് പറ്റിയ നല്ല ചന്തമുള്ള കളർ കൊടുക്കണം. നോക്കി, വൃത്തിയായിട്ട് ശ്രദ്ധയോടെ ഓരോ ഭാഗത്തും കളർ കൊടുക്കണം. പുറത്ത് പോകാൻ പാടില്ല. ആ ഭാഗത്ത് മാത്രമായിട്ട് നല്ല ചന്തത്തിൽ കളർ കൊടുക്കും. നോക്കട്ടെ, എല്ലാവരും നല്ല ചന്തത്തിൽ കളർ കൊടുത്ത ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതൊരു ഹോംവർക്കാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു ഹോംവർക്കുകൾ? നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അത് വോയിസ് റെക്കോർഡ് ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. സോഷ്യൽ മീഡിയ വഴി അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വരച്ച വീട് വൃത്തിയായിട്ട് കളർ കൊടുത്ത ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരിക. ഇത്രയുമാണ് എന്ത് ഹോംവർക്ക്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായോ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനിയുള്ള ക്ലാസ്സിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനോ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫോണിൽ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർ കൂടി പഠിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം, ബായ്.